അപ്പൊ നമ്മളിന്ന് വെള്ളയിൽ ബീച്ചിലാട്ടുള്ളത്. ബാബു ബാബു നമ്മളെവിടെ അല്ലേ? വെള്ള ബീച്ചിലേ? നമ്മളെ ബാബു ഇത് മൊത്തം ചോദിച്ച് പഠിക്കുന്നുണ്ട്. നല്ല തിരമാല കേട്ടോ. ഇവിടെ ഈ സൈഡ് മീൻ പിടിക്കണ ഏരിയ മാത്ര എല്ലാരും കൊറേ ടീമുണ്ടല്ലോ അവിടെ. അങ്ങനെയല്ല പറഞ്ഞല്ലോ കൊറേ മീൻ പിടിക്കുന്ന ആളുണ്ടല്ലോ അല്ലെ ഈ ഭാഗത്തെ ഒരു അല്ലേ? ഇറങ്ങൂലേ? പിടക്കണ മീനാട്ടോ. ചെറുത് വാങ്ങുന്നതിന് നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്ന 10-300 റുപ്യ കൊടുക്കണം. അതിൽ താഴെ ആണല്ലേ? നല്ല ടേസ്റ്റുള്ള മീൻ. അമ്മൂറ് ഇന്നലെ ഇവിടുന്ന് ഞങ്ങൾക്ക് 2.5 കിലോ കിട്ടി. എത്ര ചെറിയ കുളത്ത് മതി? ഇതാണ് അതിന് ഇടാറ്. പൂളാന്റെ കുളത്താണ് ചെറുതിക്ക് ഇടുക. അത്രയ്ക്കും ചെറിയ വായ ഉണ്ട്. ചെമ്മീൻ കോർത്താണ് അല്ലേ? ചെമ്മീനല്ലേ? നമ്മളൊരു ഹെൽപ്പർ ഉണ്ട് കേട്ടോ അവിടെ. കാര്യമായിട്ടുള്ള റോഡ് ആ കല്ല് കണ്ടില്ലേ? ആ കല്ലിന്റെ അവിടെ കുറച്ച് അമ്മൂറിന്റെ കൂടെ. പക്ഷെ ഈ പെരയില് നമുക്ക് കഴിഞ്ഞില്ലേ ആ ഒരു കല്ലാണ് ചുറ്റിമാരി. ഇവിടെ സെയിം മീനുള്ളൂ കേട്ടോ. സെയിം മീനുള്ളൂ ഇവിടെ. അപ്പൊ രണ്ടാളും വീശാൻ പോവാണ്, എറിയാൻ പോവാണ്. യെസ്. അപ്പൊ എറിഞ്ഞ് പൂളാന്റെ കളിയാണിന്ന്. ഇതിന്റെ പേരെന്താ? പൂളാനല്ലേ? ഈ മീനിന്റെ പേരാണ് പൂളാൻ, പൂശാൻ, കതിരാൻ. അങ്ങനെ 3 പേരുണ്ട് കേട്ടോ. അത് നോക്കി കൊടുത്താവോ? മീൻ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടല്ലോ. അത്യാവശ്യം മീനുണ്ടേ. ചെമ്മീനാണ് കോർക്കണത്, ചെമ്മീൻ. വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ചെമ്മീന്, മത്തി, ചിലപ്പോ ജീവനുള്ള ചെമ്മീൻ ഉപയോഗിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയ മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും കോർത്തിടും. വലിയ മീനൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെറിയ മീനെ പിടിച്ചിട്ട് അത് കോർത്തിടുക ചെയ്യാറ്. പിന്നെ ചില സമയത്തൊക്കെ ലൂറിൽ ഉപയോഗിക്കാറുണ്ട്. മൈദപ്പൊടി അല്ലല്ലോ? മൈദപ്പൊടിയൊക്കെ മാലാന്, പിന്നെ അതേപോലെ കുറച്ച് വേറെ ടൈപ്പ് മീനുകളുണ്ട്, അതിനൊക്കെ പിടിക്കുക മൈദപ്പൊടി.
നമ്മളെ മൂപ്പര എറിയാൻ പോവാട്ടോ ബാബു അങ്ങോട്ട്. യെസ്, എറിഞ്ഞ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അമൂറ് കിട്ടലുണ്ടോ ഭാഗത്ത്? ആ, അമൂറ് കിട്ടാറുണ്ട്. ഇപ്പൊ സീസൺ ആണ്. ഇന്നലെ ഒരു പുള്ളിക്ക് പയ്യനെ അടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. ആണല്ലേ? 2.5 കിലോ ഉള്ള. 2.5 കിലോ. ആ, ഇത് കൊത്തനെ നിങ്ങൾ ഇതേമേലെ അറിയോ? ഇതിങ്ങനെ ഈ ലൈന് ഈ വിരലിങ്ങനെ വെച്ചിങ്ങനെ, ആ വിരലിങ്ങനെ വെച്ചത്. അപ്പൊ അതിലിങ്ങനെ വൈബ്രേഷൻ ഇങ്ങനെ അറിയും കൊത്തുന്നത്. അപ്പൊ വീണ പാടെ തന്നെ അടി ഉണ്ട് അല്ലേ? ഏറ്റവും തുടങ്ങുന്നുള്ളൂ. നൈറ്റിൽ ഇടലുണ്ടോ അവിടെ? ഇന്നിപ്പോ നൈറ്റ് ഫിഷിങ്ങിനായിട്ട് കണക്കാക്കി പോകുന്നതാണ് അല്ലേ? കഴിഞ്ഞ കൊല്ലം ഇതേപോലെ സമയത്ത് വന്നിട്ട് വൈകുന്നേരം ഇതേപോലെ ആയിരുന്നു. രാത്രിക്കായപ്പോഴത്തേക്കും രാത്രിക്കായപ്പോഴത്തേക്കും ഒരു കറക്റ്റ് ഒരു മണിക്കൂറില്ല, ഒരു 3/4 മണിക്കൂറിന്റെ ഒക്കെ എടുത്ത് നമുക്ക് ചൂണ്ടൊക്കെ വെള്ളത്തിൽ വീഴേണ്ട നേരമേ ഉള്ളൂ. അപ്പത്തേക്കും അടിയാ. ആണല്ലേ? ചില സമയമൊക്കെ ഭാഗ്യാണ്. ഒരു അതാ നമ്മളാ പറഞ്ഞ സാധനമാണ് കണ്ടിട്ട് അല്ലേ? എന്നിട്ട് അതാന്ന് തോന്നുന്നു, അങ്ങനെ ചെറുതാണെന്ന് തോന്നുന്നു. അപ്പൊ പല്ലിക്കോരന്റെ കുട്ടി അത്. ഇത് പല്ലിക്കോരന്റെ കുട്ടി. പല്ലിക്കോരാന്ന് പറയും. പല്ലിക്കോര. പല ഐറ്റംസ് ഉണ്ട്. ഉണ്ട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. നന്ന ചെറുതായതിനെ കൊണ്ട് ഒഴിവാക്കും. അതെന്താ അങ്ങോട്ട് തന്നെ ഇട്ടെ? അത് നന്ന ചെറുതായതിനെ കൊണ്ട്. ചെറുതായതല്ലേ? നമുക്കൊരു മേടിയം. ഇതാ ഇതിലും വലുതുണ്ട്. നല്ല വലുപ്പം വെക്കുന്ന മീനാണത്. കോളേജിന്റെ അടുത്ത് തന്നെ. അതെ, കോളേജിന്റെ അടുത്ത് തന്നെ. മൂപ്പരോ? അവന് ഈവന്റ് മാനേജ്മെന്റ്. ഒരു ടൈം പാസ് ആണ്. വൈകുന്നേരം ടൈം പാസ് മാത്രല്ല, വലിയ കുളത്തിൽ ചെറുതന്നെ ഇട്ടാ പോരെ. ഇത് മാറ്റിട്ട് ചെറുതായിക്കാള്. ഞാൻ ഇതിലും ചെറുതാക്കുക. അല്ലെങ്കിൽ ഒന്ന് വലുത് തന്നെ വെച്ചോ, അല്ലെങ്കിൽ തിങ്ങനെ തന്നെ ഇട്ടോ. ഞാൻ രണ്ടും ചെറുതാക്കി, മറ്റേം കൂടിയും ചെറുതാക്കിയാലോ നോക്കുന്നത്. ലോങ് നല്ല പൂളാനടിക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോ കണ്ടമാനം ആള് വരും. അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു സമയത്ത് പ്രശ്നമായിരുന്നു. നമ്മളെ കഴിഞ്ഞ കൊല്ലൊക്കെ ഇവിടെ എന്താ പറയാ, പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. ആണല്ലേ? സൂയിസൈഡ് ഒക്കെ നടന്നിട്ടുണ്ട് ഇവിടെ. അതാണ് വിഷയം. അപ്പൊ ഇത് സൂയിസൈഡ് മാത്രം, വേറെയും കുറെ പരിപാടികൾ നടക്കുന്നുണ്ട്. ആണല്ലേ? ഇപ്പൊ നമ്മൾ ചൂണ്ടുണ്ടാവുകയാണെങ്കിലും ബാക്കിയുള്ള ചെയ്തതിന് നമുക്കാണ് കിട്ടുക. ലഹരിന്റെ ഒരു ഇതുണ്ടാവും. നമുക്ക് ചെറിയ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം ഇറങ്ങും ഇതിന്. വീട്ടിലാണെങ്കിലും പ്രശ്ന ചൂണ്ടായിട്ട് ഇറക്കാൻ. ഇത് പിടിച്ചു കഴിഞ്ഞാലും പിടിക്കാൻ അറിയാത്തവനും ഒരു തവണ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ രസം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വിടൂല. ചില സമയം ഈ മീൻ കൂട്ടാത്തവരുണ്ടാവും. മീൻ പിടിക്കാനൊരു അതന്നെ വൈബൈക്കാരോ. മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ആരാ. അതെ, ഭയങ്കര ക്ഷമ വേണം. നമ്മളെ കൂടെ കൂട്ടുന്ന ആള് നമ്മളെ പോലെ തന്നെ ആയിരിക്കണം. മറ്റേത് വന്ന പാടെ തന്നെ ക്ഷമയില്ലാതെ ചൂണ്ടിട്ട പാടെ തന്നെ മീനടിക്കുക എന്നുള്ളതില്ലേ, അത് നടക്കൂല. അന്ന പാടെ പോണ്ടേ വരും. അതന്നെ പോവാ ഇതന്നെ. ചില സമയത്ത് നമ്മൾ തീറ്റ കൊടുക്കാവുന്ന അവസ്ഥയാവും. മീനിങ്ങനെ തിന്ന് വരെയും തീരും മീനും കിട്ടൂല. അതൊക്കെ കൊറേയൊക്കെ ഭാഗ്യമാണോ? ഇപ്പൊ മീൻ അറിയില്ലല്ലോ ഇടാൻ വരുന്ന ആള് എക്സ്പീരിയൻസിലുള്ള ആളാണ്, തുടക്കക്കാരനാണെന്ന് അതറിയില്ല. അതൊക്കെ ഒരു ഭാഗ്യത്തിന്റെ മേലുള്ള കളിയാ. അതെ, ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. നൈറ്റിൽ എത്ര മണി വരെ ഇരിക്കും നിങ്ങള്? ഞങ്ങള് മീൻ അടിക്കുന്നതനുസരിച്ച് അടി കുറയുമ്പോ ചിലപ്പോ. ആണല്ലേ? കഴിഞ്ഞ തവണ ഞങ്ങള് മഴയും കൊണ്ടിട്ട് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ മീൻ കിട്ടുന്നുണ്ടായിരുന്നു. മീൻ കിട്ടുകയാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അന്ന് ഞങ്ങൾ പോയത് പുലർച്ചെ 3 മണിക്കാ. അപ്പൊ ഞാനും പറഞ്ഞത് വേറെ അങ്ങനെ പോകുന്നുണ്ട്. അതും ചോപ്പായിട്ട്
അത്ര പീസ് മതി അല്ലേ? ഇതിനാലും ചെറുതാക്കിട്ട് ഇടുക. ആ, അത് നല്ലപോലെ അടിക്കുമ്പോ ചെറിയ പീസ് ഇട്ട് കൊടുത്താൽ മതി. അതില്ലേ? ഈ കൂട്ടത്തിലേക്ക് വന്ന് വീഴുമ്പോഴേ വേഗം അടിച്ചാളും. ഈ ഒറ്റ പ്രാവശ്യേ ഈ 2 കുളത്തിന്മേലും മീൻ കിട്ടുമോ? 3 മേലെ കിട്ടലുണ്ട് അല്ലേ? എന്റെ 2 കുളത്താണല്ലോ, ആദ്യം ഇറമ്പോ 2 കിട്ടി. ഓക്കെ. അങ്ങോട്ടൊക്കെ പിന്നെയും കുറച്ച് വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടാവും അവിടെ. അതാ നിങ്ങളപ്പം അങ്ങോട്ട് പോകാത്തത്? അവിടെ ചില ടൈമിൽ ഈ മീനാലിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് വെറുപ്പിക്കല. അത് ഒരു പോവോ? ഏറെ തിന്ന് പോകുന്ന മാത്രം. ഇത് നമ്മളെ കുടുങ്ങി കഴിഞ്ഞാൽ ഫുള്ളും ചൊറയും. അതും ചെറിയ മക്കളൊക്കെ ഉണ്ടാവും മീനാലിൻ്റെ ഒക്കെ. മീനാല് പിന്നെ മഞ്ഞിലുണ്ടാവും, നമ്മുടെ നാട്ടിലെ മുഴുമഞ്ഞിൽ അതേപോലെ അതിന്റെ വേറെ ടൈപ്പ് സാധനം ഉണ്ട് ഇവിടെ. ലോങ്ങിലടി ഇല്ലേ? ലോങ്ങിൽ തന്നെയല്ലേ അടി? ഇല്ലടാ, ഉള്ളു കയറി ഉണ്ടാവൂലേ? ഇതിനൊരു ബെയറിംഗ് തോന്നുന്നുണ്ട് അല്ലേ? ബോൾ ബെയറിംഗ്. ഇല്ല. പോളാൻ അങ്ങനെയാണ് കിട്ടേണ്ടത്. അതിൽ മീനുണ്ട്. ഒന്നര മീൻ കിട്ടി. എത്ര കിലോ മീൻ കിട്ടും നിങ്ങൾ പോകുമ്പത്തിന്? 2-3 കിലോ അടുത്തുള്ള പിടിക്കണം എന്നുള്ള ആഗ്രഹം. അങ്ങനെയാണ് ആഗ്രഹം. ഇതിന് തിരമാല കുറച്ച് കൂടുതലാണോ? ഇന്നലെ ഇതിലും കൂടുതലായിരുന്നു. ആണല്ലേ? കാറ്റിനനുസരിച്ചിട്ട്. ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ഇവിടെ ടൈറ്റ് ചെയ്യണോ? ഇങ്ങോട്ട് പോരുന്നതിനനുസരിച്ച് ടൈറ്റ് ചെയ്യണം. ഓവർ ലൂസ് കഴിഞ്ഞ മീൻ അടിച്ചെടുക്കുകയാണെങ്കിലും അറിയില്ല അല്ലേ? എന്തെല്ലോ കുടുങ്ങിയും തോന്നുന്നു. മീനല്ല, എരണ്ടിയാണ്. ഇതിപ്പോ പൊട്ടു ആകെ. എരണ്ടയ്ക്ക് പല്ലിന് ക്ലിപ്പിടാനുള്ളൂ. എന്തോ വലിയോ കയറോ വേസ്റ്റോ കവറുണ്ടോ? അയ്യേ, വേസ്റ്റിലോ എന്തിലോ എന്നാണ് കുടുങ്ങിയത്. ഇതിന് എത്ര പൈസ വരും ഈ ചൂണ്ടല്? സ്റ്റിക്കിനൊരു 4,200 വരുന്നുണ്ട്. 4,200 അല്ലേ? അത് സ്റ്റിക്കിന് മാത്രം. അത് മാത്രം 4,200. ഇതിന് ഒരു ഇപ്പൊ ഞാൻ അടുത്ത 3,400 അങ്ങനെ അയക്കുന്നു. റീലിന് മാത്രം മൊത്തം ഒരു 10 റുപ്യ ആവും. നൂലിനും വില ഉണ്ട്. അല്ലേ? നൂല് എത്ര? എങ്ങനെ മീറ്റർ ആണോ? മീറ്റർ. ഇതിപ്പോ ഇതിന്റെ അകത്ത് 200 മീറ്റർ ഉണ്ട്. 200 മീറ്റർ അല്ലേ? അത് എന്താ വേസ്റ്റിലൊന്നുമില്ല കുടിക്കാൻ തോന്നുന്നു. വേസ്റ്റിലോ വലയോ എന്തോ ആണ് കട്ട് ചെയ്ത്. എടാ മീന് അവിടെ മുള്ളനാ? മുള്ള മീനാണ് അല്ലേ? വറ്റാന്ന് പറയും. വറ്റ പാര. എന്തോ ഒരു വേസ്റ്റ് അതിന്റെ അടിയിലുണ്ടായിരുന്നു, അതിലാ കുടുങ്ങിയത്. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നിവിടെ നമ്മൾ വെള്ളയിൽ ബീച്ചിൽ വന്നപ്പോൾ കണ്ട കാഴ്ച ഒരു വീഡിയോ എടുത്തിട്ടാണ്. ഓക്കെ.